എന്നിട്ട് ഇങ്ങറ്റം തൊട്ട് ഇങ്ങനെ കുത്തി വരച്ച് ഇങ്ങറ്റം വരെ വരച്ചിടുന്ന കുറച്ച് നല്ലവരായ ആൾക്കാർ കാണും. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, വാഹനമുള്ള ആൾക്കാർ അത് ചെയ്യാൻ ചാൻസ് വളരെ കുറവാണ്. ഫുൾ സൈഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ ഇൻഷുറൻസിന് ക്ലെയിമിന് കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ സർവേയർ അപ്രൂവൽ ചെയ്ത് തരത്തില്ല, നിങ്ങൾക്ക് നഷ്ടമായിരിക്കും. വൺസ് അവരത് റിജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് തെളിവ് കൊണ്ട് കൊടുത്താലും അപ്രൂവ് ആക്കണമെന്നില്ല. അതുകൊണ്ട് ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. തംബ്നെയിൽ നിങ്ങൾ കണ്ട പോലെ തന്നെ എൻ്റെ വാഹനത്തിലൊരു നല്ല നൈസ് പണി കിട്ടിയിട്ടുണ്ട്. അതായത് നമുക്ക് ഈ കാണാൻ സാധിക്കുന്ന പോലെ ഒരു വാഹനം വന്ന് തട്ടിയതാണ് കേട്ടോ. ഓക്കെ, പക്ഷേ ഇതിനെക്കുറിച്ചല്ല ഞാൻ ഇന്നിപ്പോൾ പറയാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ ഇതുപോലെ ഒരു സംഭവം നടക്കുകയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, വാഹനം ഇടിക്കുന്ന കാര്യം മാത്രമല്ല, നിങ്ങൾ സങ്കല്പിക്കുക നിങ്ങളുടെ വാഹനം എവിടെയെങ്കിലും കൊണ്ട് പാർക്ക് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ പാർക്ക് ചെയ്ത പലർക്കും ഉണ്ടായ ഒരു അനുഭവമാണ് ഞാനിപ്പോൾ ഷെയർ ചെയ്യുന്നത്. അതായത് നമ്മുടെ വാഹനം എവിടെയെങ്കിലും കൊണ്ടൊക്കെ പാർക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ചില നല്ലവരായ ആൾക്കാർ ചെയ്യുന്നൊരു പരിപാടിയുണ്ട്. ഒരു കല്ലിൻ്റെ കഷ്ണം എടുക്കും, എന്നിട്ട് ഇങ്ങറ്റം തൊട്ട് ഇങ്ങനെ കുത്തി വരച്ച് ഇങ്ങറ്റം വരെ വരച്ചിടുന്ന കുറച്ച് നല്ലവരായ ആൾക്കാർ കാണും. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, വാഹനമുള്ള ആൾക്കാർ അത് ചെയ്യാൻ ചാൻസ് വളരെ കുറവാണ്. പക്ഷേ വാഹനമില്ലാത്ത ആൾക്കാർ അല്ലെങ്കിൽ എന്തെങ്കിലും ശത്രുതയുള്ള ആൾക്കാരൊക്കെയാണ് പൊതുവെ ഇങ്ങനെ ചെയ്യുന്നത്. കാരണം വാഹനം ഉള്ളവർ ചെയ്യത്തില്ല എന്നെടുത്ത് പറഞ്ഞതിൻ്റെ കാര്യം വേറൊന്നും കൊണ്ടല്ല, ഒരു വാഹനം മെയിൻറ്റെയിൻ ചെയ്യുന്നതിൻ്റെ ബുദ്ധിമുട്ട് നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. എന്താണ് അതിൻ്റെ ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ ഒരു പോർഷനിൽ പെയിൻറ്റ് പോയി കഴിഞ്ഞാൽ എത്ര രൂപയുടെ ചിലവ് വരുമെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നമുക്കറിയാം. അതുകൊണ്ട് ഒരു കാരണവശാലും വാഹനമുള്ള ആരും അത് ചെയ്യാനുള്ള ചാൻസ് വളരെ കുറവാണ്. ഓക്കെ, ഇതൊന്നുമല്ല ഞാൻ പറഞ്ഞു വരുന്നൊരു കാര്യം. ഇങ്ങനൊരു സംഭവം നടന്നാൽ നമുക്ക് നോർമൽ രീതിക്ക് ഒരു ഇൻഷുറൻസ് ക്ലെയിം കിട്ടും. അതായത് നിങ്ങൾ വാഹനം എവിടെയെങ്കിലും കൊണ്ട് പാർക്ക് ചെയ്ത് ഒരാൾ കുത്തി വരച്ചേച്ചും പോയി നിങ്ങൾക്ക് ഇൻഷുറൻസ് ക്ലെയിം കിട്ടുമോ? അത് ഇന്നൊരാൾ എന്നെ വിളിച്ച് ചോദിച്ചൊരു പോയിൻറ്റും കൂടെയാണിത്. നമുക്കിത് കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ബുദ്ധിമുട്ട് എന്താണെന്ന് ഞാൻ പറഞ്ഞാൽ, ഇപ്പോൾ ചെറിയൊരു വരയേ ഉള്ളൂ. അതായത് ഇവിടുന്ന് ഇത്ര പോർഷനിൽ നിൽക്കുന്ന ഒരു വരയാണ് വരച്ചിരിക്കുന്നതെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പറയാം ഒരു കുറ്റി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മുള്ളുവേലിയൊക്കെ ഉണ്ടായിരുന്ന സ്ഥലത്ത് നമ്മൾ കൊണ്ടുപോയി ഒരഞ്ഞു എന്നൊക്കെ പറഞ്ഞു വേണമെങ്കിൽ നിൽക്കാൻ സാധിക്കും. പക്ഷേ ഇങ്ങറ്റത്തിൽ നിന്ന് അങ്ങറ്റം വരെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിത് ഇൻഷുറൻസ് ക്ലെയിം ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്നാലും ചെയ്തേ പറ്റൂ. കാരണം എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ വാഹനത്തിന് ഇൻഷുറൻസ് എടുക്കുന്ന വെറുതെ ഒന്നുമല്ല. ഇൻഷുറൻസ് കിട്ടാൻ വേണ്ടി, അഥവാ ഒരു ക്ലെയിം കിട്ടാൻ വേണ്ടി തന്നെയാണ് നമ്മൾ ഇൻഷുറൻസ് പോളിസി എടുക്കുന്നത്. അന്നേരം അത് എങ്ങനെ കിട്ടും എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അതായത് നിങ്ങളുടെ വാഹനത്തിന് ഇതുപോലെ ആരെങ്കിലും ഒരു കുരുത്തക്കേട് കാണിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പോലീസിനെ ഇൻഫോം ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. കാരണം നിങ്ങളുടെ വാഹനത്തിന് ഒരു ഇൻഷുറൻസ് ക്ലെയിം കിട്ടണമെന്നുണ്ടെങ്കിൽ FIRൻ്റെ കോപ്പി വേണം. മലീഷ്യസ് എന്ന് പറയും. അതായത് നമുക്ക് ഒരാൾക്ക് അല്ലെങ്കിൽ ഒരാൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിക്ക് കാര്യം ചെയ്യുക എന്നുള്ളൊരു സംഭവമാണ് ഉദ്ദേശിക്കുന്നത്. അതായത് നമുക്ക് ഇതുപോലെ ഒരു സൈഡ് ഫുൾ ആരെങ്കിലും സ്ക്രാച്ച് ചെയ്ത് വിട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പോലീസിനെ ഇൻഫോം ചെയ്യുക, അവരൊരു FIR തയ്യാറാക്കണം. ആ FIRൻ്റെ കോപ്പി ഉണ്ടെങ്കിൽ മാത്രം ഇൻഷുറൻസ് കമ്പനി നമ്മുടെ ഈ വാഹനത്തിന് ഒരു പെയിൻറ്റ് ചെയ്യാൻ വേണ്ടുള്ളൊരു അപ്രൂവൽ തരത്തുള്ളൂ. അല്ലാത്ത പക്ഷം ഒരു കാരണവശാലും നിങ്ങളുടെ വാഹനത്തിന് പെയിൻറ്റ് ചെയ്യാൻ അപ്രൂവൽ കിട്ടത്തില്ല. ഇൻ കേസ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഒരു പോർഷൻ അല്ലെങ്കിൽ ഇവിടം വരെയൊക്കെ ഉള്ളൂ എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ഭാഗത്തൊരു ചെറിയൊരു സ്ക്രാച്ചും കൂടെ കാണിച്ചുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. ഇതൊരു ലീഗലായിട്ടുള്ള രീതിയല്ല ഞാൻ പറയുന്നത്. ലീഗലായിട്ടുള്ള രീതി ഞാൻ ആദ്യം പറഞ്ഞൊരു കാര്യമാണ്. പക്ഷേ രണ്ടാമത് ഞാൻ ഈ പറഞ്ഞൊരു ഫുൾ സൈഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ ഇൻഷുറൻസിന് ക്ലെയിമിന് കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ സർവേയർ അപ്രൂവൽ ചെയ്ത് തരത്തില്ല, നിങ്ങൾക്ക് നഷ്ടമായിരിക്കും. വൺസ് അവരത് റിജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് തെളിവ് കൊണ്ട് കൊടുത്താലും അപ്രൂവ് ആക്കണമെന്നില്ല. അതുകൊണ്ട് ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം പോലീസിനെ ഇൻഫോം ചെയ്യുക, അവരോട് ഇന്ന് കാര്യങ്ങളൊക്കെ പറയുക. ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ചെയ്യാൻ സാധിക്കുന്ന പറഞ്ഞാൽ പോലീസ് വന്ന് എൻക്വയറി നടത്തും, CCTV ഉണ്ടെങ്കിൽ എടുക്കും. പണി കിട്ടിയവനും അല്ലെങ്കിൽ ആ പണി കൊടുത്തവനും പണി വേണം എന്നേ ഞാൻ പറയത്തുള്ളൂ. അങ്ങനെ ഒരു ഇതും കൂടെ നോക്കുക. അല്ലാത്ത പക്ഷം FIR എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കോപ്പി കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറഞ്ഞൊരു കാര്യം ക്ലിയർ ആയിട്ട് ഇൻഷുറൻസിൽ തന്നെ ക്ലെയിം ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് ഇനി തൊട്ട് നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം, ഇതുപോലെ വാഹനമൊക്കെ കൊണ്ട് പാർക്ക് ചെയ്യുന്ന സമയത്ത് കഴിവതും CCTV ഒക്കെ ഉള്ള സ്ഥലത്ത് കൊണ്ട് പാർക്ക് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും. എല്ലായിടത്തും പോസിബിളാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ എന്നാലും ചെയ്യുന്നവരും കൂടി ഈ വീഡിയോ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ചിന്തിക്കുക. ഒരു ഡോറൊക്കെ നമുക്ക് പെയിൻറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്ക് ഒരു ഫുൾ ഡോർ പെയിൻറ്റിങ്ങിന് ഒരു 5000 രൂപയൊക്കെ അടുപ്പിച്ച് വരികയാണ്. അത്രയൊക്കെ പൈസ ഒരാളുടെ നിന്ന് പോകുക എന്ന് പറഞ്ഞാൽ ചെറിയൊരു കാര്യമല്ല. അതുകൊണ്ട് കഴിവതും ആർക്കും ഒരു ഉപദ്രവം ചെയ്യാതിരിക്കാൻ നോക്കുക. ഇനി ഇതുപോലെ ആർക്കെങ്കിലും പണി കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞൊരു കാര്യം മറക്കാതെ അന്നേരം പോലീസിനെ ഇൻഫോം ചെയ്തോളാം.